നമസ്കാരം, എല്ലാവർക്കും ഗ്രീൻ സ്പെക്ട്രയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീട്ടുവളപ്പിൽ ഒരു പ്ലാവ് നടാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണണം. കാര്യം വളരെ കുറഞ്ഞ സ്ഥലമുള്ളവർക്കും വളർത്താവുന്ന ഒരു മികച്ച ഇനം പ്ലാവിനത്തെയാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. തീരെ സ്ഥലമില്ലാത്തവർക്ക് ചട്ടിയിൽ പോലും ഈ പ്ലാവിനം വളർത്തിയെടുക്കാം. നിങ്ങൾ ആദ്യമായിട്ട് ഒരു പ്ലാവ് നടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വയ്ക്കാവുന്ന ഒരു മികച്ച ഇനം കൂടിയാണിത്. അപ്പോൾ ഒരുപാട് വലിച്ചു നീട്ടാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ കാണുന്നതാണ് എൻ്റെ വിയറ്റ്നാം എർലി എന്ന് പറയുന്ന പ്ലാവിനം. ഏകദേശം 1.5 വർഷത്തിന് മുകളിൽ പ്രായമുള്ള ചെടിയാണിത്. ഇതിൽ കഴിഞ്ഞ തവണ 1-2 ചെറിയ ചക്കകളുണ്ടായിരുന്നു. ഇത് ഇത്തവണ ഉണ്ടായിട്ടുള്ള ചക്കകളാണ്. വീട്ടുവളപ്പിൽ ഒരുപാട് ഉയരം വയ്ക്കാതെയൊക്കെ നമുക്ക് ഒതുക്കി നിർത്താൻ പറ്റുന്ന ഒരു പ്ലാവിനമാണ് വിയറ്റ്നാം എർലി. വളരെ ടേസ്റ്റുള്ള ഒരു വെറൈറ്റി കൂടിയാണിത്. എനിക്ക് മുന്നേ ഒരു വിയറ്റ്നാം എർലിയുടെ പ്ലാവ് കൂടെ ഉണ്ടായിരുന്നു. അത് നിറയെ കായ്ച്ച ഒരു പ്ലാന്റ് ആയിരുന്നു. പക്ഷേ എന്തോ ഒരു കീടബാധ കാരണം അത് ഉണങ്ങിപ്പോയതാണ്. വളരെ നല്ല ടേസ്റ്റുള്ള ക്രിസ്പി ആയിട്ടുള്ള ചുളകളാണ് ഇതിനുള്ളിൽ വശത്തുള്ളത്. ഇതിപ്പോൾ പാകമായിട്ടില്ല. ചട്ടിയിലൊക്കെ തന്നെ വളർത്തിയാൽ പോലും നന്നായിട്ട് ചക്ക പിടിച്ച് കിട്ടുന്നുണ്ട്. ഇതിപ്പോൾ അതിൻ്റെ താഴ്ഭാഗത്ത് ഉണ്ടായിട്ടുള്ള കളകളാണ്. അതിൽ ചിലത് പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ 100 രൂപ മുതലൊക്കെ വിയറ്റ്നാം എർലിയുടെ പ്ലാവിൻ്റെ തൈകൾ നമുക്ക് ചെടി നഴ്സറികളിൽ കിട്ടും. ഇടക്കാലത്ത് വളരെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരുന്ന ഒരു പ്ലാവിനമാണിത്. സ്ഥലപരിമിതി എത്ര ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ ഒരു വിയറ്റ്നാം എർലി പ്ലാവ് വയ്ക്കുക. ഒരു മികച്ച ഇനമാണിത്. നട്ട് 1 വർഷമൊക്കെ ആകുമ്പോൾ തന്നെ കായ പിടിച്ചു തുടങ്ങും. നിങ്ങൾക്ക് ചുരുങ്ങിയ സ്ഥലം മാത്രമേ ഉള്ളൂവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു പ്ലാവ് സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. വിപണിയിൽ ഇപ്പോൾ ഒരുപാട് പ്ലാവിനങ്ങളുണ്ട്. അതിൽ തന്നെ ഒരു മികച്ച ഇനമാണ് ഇത്. വ്യാവസായികമായിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റി പ്ലാവിനമാണിത്. ഇത് പാകമായി കട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ താല്പര്യമുള്ളവരെല്ലാം ഒരു വിയറ്റ്നാം എർലി പ്ലാവ് വാങ്ങി നടുക. തീർച്ചയായിട്ടും ആദ്യമായിട്ട് നിങ്ങളൊരു പ്ലാവ് നടുന്നുണ്ടെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് വിയറ്റ്നാം എർലിയാണ്. തീരെയും സ്ഥലമില്ലെങ്കിൽ 1-2 ചക്കയൊക്കെ മതിയെങ്കിൽ നിങ്ങൾ ഡ്രമ്മിലൊരു തൈ നട്ട് പരീക്ഷിക്കുക. വീഡിയോ കാണുന്നതിനും സപ്പോർട്ട് ചെയ്യുന്നതിനുമൊക്കെ നന്ദി. അപ്പോൾ തുടർന്നുള്ള വീഡിയോസിനൊക്കെ ആയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.